50,000 രൂപ കൊടുത്തെങ്കിൽ മാത്രമേ എക്സ്പെഡിഷനിൽ കയറാൻ പറ്റൂ. എക്സ്പെഡിഷൻ 50,000 രൂപ കൊടുത്ത് അതിൻ്റെ 50,000 രൂപ ആദ്യം നമ്മൾ ബാങ്കിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അടച്ച് ആ ബാങ്കിൽ നമ്മൾ അതിൻ്റെ റെസിപ്റ്റ് ഉണ്ടല്ലോ അവരുടെ അഡ്മിൻസിൽ ഒരാൾക്ക് ഈ അയക്കണം. അപ്പോൾ അത് ഷഹീർ എന്ന് പേരുള്ള ആളുണ്ട്. പിന്നെ ഷഫീഖാണ് മെയിൻ കക്ഷി. ഈ ഷഫീഖിനാണ് നമ്മളിത് അയക്കേണ്ടത്. ഇവരുടെ കയ്യിൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഷഫീഖാണ് ബാക്കിയെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മളെ ഇത് വെരിഫൈ ചെയ്യും, അക്കൗണ്ട് നോക്കി എല്ലാം ക്ലിയർ ആണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഷഫീഖ് ഉടനെ നമ്മളെ ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് നമുക്ക് പറയും നിങ്ങൾ എക്സ്പെഡിഷനിൽ ജോയിൻ ചെയ്തു, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. പല രീതിയിലുള്ള വാഗ്ദാനമുണ്ട്. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ചാനലിൽ റിപ്പോർട്ടറായി പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചാനൽ തുടങ്ങാം. ഒരു 6 കോടി രൂപ വരെ ഒരു വർഷം, ഈ ഒരൊറ്റ വർഷം കൊണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കഴിവുകളിൽ അദ്ദേഹത്തിൻ്റെ പവർ കൂടെ ചേരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്കൊരു ഉയർച്ച വരും. കാരണം ഈ ലോകത്തിൻ്റെ മുഴുവൻ അധിപനാണല്ലോ അദ്ദേഹം. അപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ, എന്ത് വേണമെങ്കിൽ സൃഷ്ടിക്കാം. ഒരു പുതിയ ചാനൽ തുടങ്ങി നിങ്ങളതിൻ്റെ അധിപനാക്കി ഇരുത്താൻ പറ്റും. ഞാൻ ചെയ്യുന്ന ബിസിനസ് എന്താണോ ആ ബിസിനസ്സിലേക്ക് എന്നെ മുകളിലേക്ക് എത്തിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഗവൺമെൻറ് ബേസിൽ റിസോഴ്സ് പേഴ്സണായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ എന്നെ ആ ഹ്യൂമൻ റിസോഴ്സസ് മിനിസ്റ്ററൊക്കെ ആക്കാൻ പറ്റും അദ്ദേഹം വിചാരിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. അങ്ങനെ ചെയ്തു തരാം. എന്നിട്ട് ഈ 50,000 കൊടുത്ത ആർക്കെങ്കിലും ഇതുപോലെ പണം കിട്ടിയിട്ടുണ്ടോ? 50,000 കൊടുത്തിട്ട് ഈ 6 കോടി എന്ന് പറഞ്ഞില്ലേ, ഈ 6 കോടി അദ്ദേഹം ഉണ്ടാക്കുന്നതാണ് പറഞ്ഞത് എന്ന് പിന്നീട് മനസ്സിലായത്. ഇദ്ദേഹത്തിൻ്റെ ടാർഗറ്റായിരുന്നു 6 കോടി. അപ്പോൾ ഏകദേശം 6 കോടി രൂപ അദ്ദേഹം ഉണ്ടാക്കി. ഒരു 1,600 പേരോളം ചേർത്ത് 25,000, 50,000, 10,000 എന്നൊക്കെ പറഞ്ഞ് ഈ 50,000, 50,999 രൂപ വരെ എത്തി. അത് അദ്ദേഹം 6 കോടി ഉണ്ടാക്കുന്നതാണ് പറഞ്ഞതെന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലായത്. അല്ല, നമുക്ക് ഓരോരുത്തർക്കും തരാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ആ തുക ഉണ്ടാക്കലാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പിന്നീട് മനസ്സിലായി.